മുക്കാൽ കാശിനു വേണ്ടി, സംഘികളെ സുഖിപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിൻ്റെ പേരിൽ പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് അത് തെറ്റായി വ്യാഖ്യാനിച്ച് ഭൂരിപക്ഷമായ ഹിന്ദു സഹോദരങ്ങളുടെ മനസ്സുകളിൽ മുസ്ലിമീങ്ങൾക്ക് മേൽ വിദ്വേഷമുണ്ടാക്കാൻ ശ്രമിക്കുന്നവനാണ് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നവൻ. അവൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ഒരു പരിപാടി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓരോ വിഷയങ്ങളുണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ കയറിപ്പിടിച്ച് മുസ്ലിമീങ്ങൾക്ക് നേരെ വർഗീയതയും വിദ്വേഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവൻ്റെ സ്ഥിരം ജോലി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ ഒരു പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവരദോഷിയായ ആരിഫ് ഹുസൈൻ ഇസ്ലാമിൻ്റെ പേരിൽ പലതരത്തിലുള്ള പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ന്യൂസ് 18 എന്ന് പറയുന്ന ഒരു ചാനലിൽ ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നവൻ പറഞ്ഞ കാര്യം ഒന്ന് കേൾക്കൂ. അതിനുശേഷം ഞാനൊരു മദ്രസയിൽ പഠിച്ച ഒരു മലയാളിയായ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന ഒരു പട്ടാളക്കാരൻ്റെ മനോഹരമായ ഒരു മറുപടി പറയാം. അതിനു മുമ്പ് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ആ തനി വർഗീയവാദിയുടെ ആ ഒരു ആരോപണം നമുക്കൊന്ന് കേൾക്കാം. ഇവിടെ ചില മദ്രസകളിൽ അകത്തളങ്ങളിൽ പഠിപ്പിക്കുന്ന സാധനം എന്താണ്? ഇവിടെ ഇന്ത്യൻ സൈന്യത്തിൽ ചേരരുത് എന്ന് മുസ്ലിമിനെ പഠിപ്പിക്കുന്ന അവസ്ഥ വരെ ഇവിടെ ഉണ്ട്. ഇതാരെങ്കിലും ചർച്ചയാക്കിയിട്ടുണ്ടോ? എന്താണ് അവിടെ പറഞ്ഞു വെക്കുന്നത്? അങ്ങനെ നിങ്ങൾ ഇന്ത്യൻ പട്ടാളത്തിൽ ചേർന്നാൽ നിങ്ങൾ കാഫിറിന്റെ പട്ടാളത്തിലാണ്. നിങ്ങൾ കാഫിറിന്റെ പട്ടാളത്തിൽ ചേർന്ന് വെടിവെക്കേണ്ടി വരിക. കേട്ടില്ലേ? ഇന്ത്യൻ സൈന്യത്തിൽ ചേരരുത് എന്നാണ് മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവൻ പറഞ്ഞു വെക്കുന്നത്. മദ്രസയിലെ ഏതു പാഠപുസ്തകത്തിൽ ഏതു പാഠത്തിലാണ് ഇത് പഠിപ്പിക്കുന്നത് എന്ന് ഇവന് പറയാൻ ധൈര്യമുണ്ടോ? അവൻ പറയില്ല. കാരണം അങ്ങനൊരു പാഠം, അങ്ങനൊരു അധ്യാപനം ഒരു മദ്രസയിലും ആരും പഠിപ്പിക്കുന്നില്ല. ലേശം ഉളുപ്പുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പച്ചക്കള്ളം ഇവൻ പറയുമായിരുന്നില്ല. നോക്കൂ, ഇവന്മാർക്ക് ഉളുപ്പില്ലാത്തത് കൊണ്ടാണ്. നോക്കിയത് ഇവന്മാർ കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പച്ചനുണയാണ്. ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2022 അഷ്കർ അലി എന്ന പേരുള്ള ഒരു മതം വിട്ട പയ്യനെന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പയ്യനുണ്ടായിരുന്നു. ഇസ്ലാം മതത്തെ വിട്ട് ഇതുപോലെ ഒരു യുക്തിവാദി ഗ്രൂപ്പിൽ ചേർന്നൊരു പയ്യൻ. അന്ന് അവനും ഈ ഒരു പച്ചക്കള്ളം പ്രചരിപ്പിച്ചിരുന്നു. അവൻ പറഞ്ഞ ആ ഒരു കാര്യം കൂടി നമുക്കൊന്ന് കേൾക്കാം. എന്റെ കൂടെ ജനിച്ചവൻ അവൻ ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യുമ്പോ എന്നെ പഠിപ്പിച്ചിരുന്നു, നിങ്ങളാരും ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യരുത്. ഐ ആം വെരി സീരിയസ്. എന്നെ പഠിപ്പിച്ചിരുന്നു, നിങ്ങളാരും ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യരുത്. കാരണം എന്താ? പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറുന്ന ടെററിസ്റ്റുകളെ നിങ്ങൾക്ക് വെടിവെക്കേണ്ടി വരും. അവരെല്ലാം വിശ്വാസികളല്ലേ? അവരെ കുറിച്ച് മറ്റുള്ളവർ പറയും അവർ ടെററിസ്റ്റുകളാണ് എന്ന്. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, അവരല്ലേ യഥാർത്ഥ വിശ്വാസികൾ? അവര് മുസ്ലിമീങ്ങളല്ലേ? അവര് ഇവിടെ ആക്രമിക്കപ്പെടുന്ന കശ്മീരികൾക്ക് വേണ്ടി ചോദിക്കാൻ വരുന്നവരല്ലേ? അവര് ഷഹാദത്ത് കലിമ ചൊല്ലിയവരല്ലേ? നമ്മുടെ മതം എന്താ പഠിപ്പിക്കുന്നത്? ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല. കേട്ടില്ലേ? ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പ് ഇവ നടത്തിയൊരു പ്രസ്താവനയാണിത്. സംഘികളെ സുഖിപ്പിക്കാൻ പണത്തിനു വേണ്ടി യുക്തിവാദികളോടൊപ്പം ചേർന്നുകൊണ്ട് ഇവ നടത്തിയ ഒരു പച്ച നുണയാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഇപ്പോൾ ഇവൻ എവിടെയാണ് എന്നുള്ളത് ഒരു വ്യക്തതയുമില്ല. ഇവൻ്റെ ഒരു പൊടി പോലുമില്ല. ഏതായാലും അതോടെ കിടക്കട്ടെ. ഈ അഷ്കർ അലി എന്ന് പറയുന്ന ഇവൻ നടത്തിയ ഒരു പച്ചക്കള്ളത്തിനെതിരെ ശക്തമായ ഒരു കുറിപ്പുമായി ഇന്ത്യൻ സൈന്യത്തിൽ ജോലി ചെയ്യുന്ന മലയാളിയായ ആഷിദ് അസീസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ അന്ന് ആ സമയത്ത് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പിട്ടിരുന്നു. മനോഹരമായ ഒരു കുറിപ്പായിരുന്നു. ഇത്തരത്തിൽ പച്ചക്കള്ളം പടച്ചുവിടുന്ന സകല ഇസ്ലാമിക വിരോധികൾക്കുമുള്ള മനോഹരമായ ഒരു മറുപടിയായിരുന്നു അദ്ദേഹം നൽകിയത്. അതിനെക്കുറിച്ച് ഇസ്ലാമിക് ടെക് ഓൺലൈൻ എന്ന് പറയുന്ന ഏകദേശം 8 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സുള്ള എൻ്റെ ഒരു മെയിൻ ചാനലിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയ്ക്ക് താഴെ അദ്ദേഹം മനോഹരമായ ഒരു കമൻ്റ് ഇടുകയും ചെയ്തു. അസ്സലാമു അലൈക്കും, ഞാനാണ് ഈ ഒരു എഴുത്ത് ഫേസ്ബുക്കിൽ എഴുതിയ മുഹമ്മദ് ആഷിദ്. എൻ്റെ എഴുത്തിനെ നിങ്ങൾ വീഡിയോ രൂപത്തിൽ മറ്റുള്ളവരിൽ എത്തിച്ചു തന്നതിന് നന്ദി. ഇനി അദ്ദേഹം എഴുതിയ ആ ഒരു പോസ്റ്റ് അത് ഞാനൊന്ന് വായിക്കാം. 1-2 ദിവസമായി സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ നോക്കിയാലും കേൾക്കുന്നത് ഒരു അഷ്കർ അലി. അഷ്കർ അലി എന്ന പേരാണ്. ആള് മുമ്പ് ഒരു ഇസ്ലാം മത വിശ്വാസിയും കൂടാതെ ഹുദവി എന്നോ എന്തൊക്കെയോ പേരുള്ള ഒരു കോഴ്സൊക്കെ കഴിഞ്ഞുവെന്നും പിന്നീട് ഇയാൾക്ക് ഇസ്ലാം മതത്തിൽ അത്ര താല്പര്യം പോരാഞ്ഞിട്ട് ഇസ്ലാമിൽ നിന്നും പുറത്തുപോയി എന്നുമാണ് കേൾക്കുന്നത്. അതൊക്കെ ഓരോ ആളുകളുടെ പേഴ്സണൽ കാര്യമാണ്. അതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല. പക്ഷേ ഈ അഷ്കർ അലി എന്ന് പറയുന്ന ആള് കഴിഞ്ഞ 2 ദിവസം മുമ്പ് യുക്തിവാദി വിഭാഗമായ എസൻസിൻ്റെ ഒരു പ്രോഗ്രാമിൽ പോയി കുറച്ച് കാര്യങ്ങൾ പ്രസംഗിച്ചതിൻ്റെ വീഡിയോസ് സോഷ്യൽ മീഡിയയിലൂടെ കാണാനിടയായി. അതിൽ അയാൾ തൻ്റെ ഭാഗത്തെ ന്യായീകരിക്കാൻ വേണ്ടി വളരെ ഗുരുതരമായ കുറേ കള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതായി കണ്ടു. അതിൽ ഞാനടക്കം ഉൾപ്പെടുന്ന ഒരു വിഭാഗത്തെ കൂടി പ്രതിപാദിച്ചതിനാൽ അഷ്കർ അലിയുടെ ആരോപണത്തിന് തിരിച്ച് ഒരു മറുപടി നൽകുക എന്നൊരു ബാധ്യത കൂടി എനിക്കുണ്ട്. അതിനുവേണ്ടി കൂടിയുള്ളതാണ് ഈ പോസ്റ്റ്. ഇസ്ലാം മത വിശ്വാസം വിട്ട് പുറത്തു വന്ന് യുക്തിവാദിയായ അഷ്കർ അലി നടത്തിയ വലിയൊരു ആരോപണമാണ് ഒരു മുസ്ലിമിന് ഇന്ത്യൻ സൈന്യത്തിൽ ജോലി ചെയ്യുന്നത് അനിസ്ലാമികമായ കാര്യമാണ് എന്നുള്ളത്. അതിന് കാരണമായി അവൻ പറയുന്നത് അവനെ പഠിപ്പിച്ച മദ്രസയിൽ നിന്നും അവനങ്ങനെ ഒരു ക്ലാസ് കിട്ടി എന്നുള്ളതാണ്.
ഇതിന് കാരണം ഇന്ത്യൻ പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ഒരു മുസ്ലിം സൈനികൻ തൻ്റെ എതിർഭാഗത്ത് വരുന്നത് മറ്റൊരു മുസ്ലിമാണെങ്കിൽ അവനെ കൊല്ലാൻ പാടില്ല പോലും, അതൊരു മുസ്ലിമിന് ഹറാമാണ് എന്നതും. മുഹമ്മദ് ആഷിദ് എന്ന ഞാൻ ഒരു ഇസ്ലാം മത വിശ്വാസിയും 10 വർഷമായി ഇന്ത്യൻ പാരാമിലിറ്ററി സർവീസിൽ ജോലി ചെയ്യുന്ന ഒരു സൈനികനുമാണ്. ഞാനും ഈ അഷ്കർ അലി പറയുന്ന മദ്രസയിൽ കൂടിയാണ് പഠിച്ചു വളർന്നത്. എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ആരംഭം തന്നെ ഞാൻ തുടങ്ങിയത് ഈ മദ്രസയിൽ നിന്നുള്ള അലിഫും ബാവും മീമും പഠിച്ചാണ്. ഇന്നുവരെ ഞാൻ പഠിച്ച എൻ്റെ മദ്രസയിലെ ഒരു അധ്യാപകനും എന്നോട് എൻ്റെ രാജ്യത്തിന് വേണ്ടി പട്ടാളത്തിൽ ചേരരുത് എന്നോ അത് അനിസ്ലാമികമാണ് എന്നോ ചേർന്നാൽ എതിർഭാഗത്ത് മുസ്ലിം പട്ടാളക്കാർ ഉണ്ടായാൽ അവരെ കൊല്ലുന്നത് തെറ്റാണ് എന്നോ പഠിപ്പിച്ചു തന്നിട്ടില്ല. കൂട്ടത്തിൽ ഇന്ത്യൻ സൈന്യത്തിൽ ചേരുന്നത് അനിസ്ലാമികമാണ് എന്ന കാര്യവും എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഇതിനൊക്കെ പകരം സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടി മരിച്ചാൽ ഇനി അത് ഏതു രാജ്യത്തോടായാലും അവന് ലഭിക്കുന്നത് ഷഹീദിൻ്റെ അഥവാ രക്തസാക്ഷിയുടെ കൂലിയാണ്. അങ്ങനെയാണ് ഞങ്ങളെയൊക്കെ മദ്രസയിൽ പഠിപ്പിച്ചത്. ഇങ്ങനെയൊക്കെയാണ് രാജ്യത്തോടുള്ള പ്രതിബദ്ധതയൊക്കെ നാം കാണിക്കേണ്ടത് എന്നാണ് ഞാനടക്കമുള്ള എൻ്റെ മദ്രസയിൽ നിന്നും ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഞങ്ങളുടെ ഉസ്താദുമാർ പഠിപ്പിച്ചു തന്നത്. രാജ്യത്തോടുള്ള സ്നേഹവും ഞാൻ പഠിച്ച മദ്രസയിൽ നിന്നും കേട്ട രാജ്യസുരക്ഷയുടെ പ്രാധാന്യവുമാണ് എന്നെ ഒരു ഇന്ത്യൻ സൈനികനാക്കി മാറ്റിയത് എന്ന് 100% ഉറപ്പിച്ച് പറയാൻ എനിക്ക് സാധിക്കും. ഇവിടെ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ തന്നെ കേരളത്തിൽ നിന്നും ഒന്നിച്ച് ഈ ജോലിയിൽ പ്രവേശിച്ച ഷറഫലിയും ജസീമും ഷംസു, അസ്ലം, ജൂൽബർ, ഹംസക്കോയ, ഫാസിൽ, ഷാൻ, സിദ്ദീഖ് എന്നിവരും ഇപ്പോഴും കൂടെയുണ്ട്. അവരും നീ ഈ അഷ്കർ അലി പറഞ്ഞ ആ മദ്രസയിൽ നിന്നും തന്നെ പഠിച്ചു വളർന്നവരാണ്. നീ പറയുന്ന ഒരു ആരോപണവും ഞങ്ങൾ ആരും തന്നെ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒന്നാണ്. ഈ ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം പിന്നീട് ഞാൻ എന്നെ പഠിപ്പിച്ച ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മദ്രസയിലെ പഠിപ്പിച്ച ഉസ്താദുമാരെ കണ്ടപ്പോൾ അവരോട് ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഇന്ത്യൻ സേനയിലാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി സന്തോഷത്തോടെയുള്ള മാഷാ അല്ലാ എന്നായിരുന്നു. ഞങ്ങൾ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാലുള്ള ഒരു വർഷത്തെ കഠിന പരിശീലനത്തിന് ശേഷം നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ ഏറ്റവും അവസാനമായി കൈകൾ മുന്നോട്ടുയർത്തി സത്യം ചെയ്യുന്നൊരു ചടങ്ങുണ്ട്. അന്ന് ട്രെയിനിങ് പൂർത്തിയായ സൈനികർ അവരവർ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പേരിൽ സ്വന്തം ജീവൻ നൽകിയും രാജ്യത്തെ സംരക്ഷിക്കുമെന്നുള്ള ഒരു സത്യം ചെയ്യാറുണ്ട്. അന്ന് ഞാൻ ചെയ്തതും ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ പേരിലായുള്ള സത്യമായിരുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു എന്നെ രാജ്യസ്നേഹം പ്രകടിപ്പിക്കാൻ എന്നെ എൻ്റെ ഉസ്താദുമാർ പഠിപ്പിച്ചത്. പിന്നെ അഷ്കർ അലി പറയാത്ത സൈന്യത്തിലെ ചില ഇസ്ലാമിക കാര്യങ്ങൾ കൂടി ഞാനിവിടെ പറയാം. സ്വന്തം രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന സൈനികർക്ക് വേണ്ടി ഇസ്ലാം നൽകിയ വിട്ടുവീഴ്ചകളെക്കുറിച്ച് ഈ അഷ്കർ അലിക്ക് എന്തെങ്കിലും അറിയുമോ? ഇസ്ലാമിൽ മുടിയും താടിയും കളർ ചെയ്യുക ഹറാമായ ഒരു കാര്യമാണ്. അതിന് കാരണമായി പറയുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ അവരെ നാം വഞ്ചിക്കുന്നു എന്നതാണ്. എന്നാൽ ഈ കാര്യത്തിൽ രാജ്യസേവനം ചെയ്യുന്ന പട്ടാളക്കാർക്ക് മാത്രം മുടിയും താടിയും കറുപ്പിക്കാമെന്ന ഇളവ് ഇസ്ലാം നൽകിയിട്ടുണ്ട്. തൻ്റെ എതിർഭാഗത്തുള്ള ശത്രു സൈനികർ നരച്ച മുടിയുമായുള്ള സൈനികരെ കണ്ടാൽ അത് അവരിൽ എതിർഭാഗത്തുള്ളവർ തങ്ങളെ നേരിടാൻ വരുന്നവർ പ്രായമായവരും ദുർബലരുമാണ് എന്ന ചിന്തയുണ്ടാക്കും. അത് ശത്രു വിഭാഗത്തിന് തങ്ങളുടെ എതിരാളികൾക്ക് നേരെ പോരാടാൻ ആത്മവിശ്വാസം കൂട്ടുകയും ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇസ്ലാം രാജ്യസേവനം ചെയ്യുന്ന പട്ടാളക്കാർക്ക് മാത്രമായി ഈ നിയമം ബാധകമല്ല എന്നാക്കി മാറ്റിയത്. ഇതുകൂടാതെ രാജ്യത്തിനു വേണ്ടി പോരാടി ഷഹീദാവുന്ന പട്ടാളക്കാരെ കുളിപ്പിക്കുക പോലും ചെയ്യാതെ അതേപോലെ ഖബറിൽ മറവു ചെയ്യാമെന്ന ഒരു നിയമം കൂടിയുണ്ട്. ഇതൊന്നും ഒരു സാധാരണക്കാരന് പറ്റാത്തൊരു കാര്യമാണ്. ഇങ്ങനെ എഴുതാനാണെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു മതത്തെയാണ് ഈ പറയുന്ന അഷ്കർ അലി തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി കളവ് പറഞ്ഞ് അപമാനിക്കുന്നത്. പിന്നെ അഷ്കർ അലി പറഞ്ഞ മറ്റൊരു കാര്യം കൂടി കേട്ടു. കാശ്മീരിൽ നിന്നുള്ള മുസ്ലിമീങ്ങൾ കേരളത്തിലുള്ള മുസ്ലിമീങ്ങളെ യഥാർത്ഥ മുസ്ലിമായി കാണുന്നില്ല എന്ന്. അതിനു കാരണമായി അവൻ പറയുന്നത് കേരളത്തിൽ മുസ്ലിമീങ്ങൾ മറ്റു മതവിഭാഗങ്ങളുമായി യോജിച്ച് ജീവിക്കുന്നു എന്നതാണ്. എന്തു പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവൻ ഇങ്ങനെ പറഞ്ഞത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ അഷ്കർ അലി ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ ഏതെങ്കിലും ഒരു കശ്മീരിയുമായി റൂം പങ്കിട്ടിട്ടുണ്ടോ? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു 50ഓളം കശ്മീർ മുസ്ലിം സൈനികരുടെ ഒന്നിച്ച് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഇന്നുവരെ അവർ ഞങ്ങളോട് അങ്ങനെ ഒരു വേർതിരിവ് കാണിച്ചതായി എനിക്ക് തോന്നിയിട്ടില്ല. കൂടാതെ കേരളത്തിൽ എല്ലാ മതക്കാരും ഒന്നിച്ച് ജീവിക്കുന്ന രീതിയെ പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് അവർ ചെയ്തത്. എത്ര വലിയ കള്ള ആരോപണങ്ങളാണ് അഷ്കർ അലി എന്ന യുക്തിവാദി ഇവിടെ പൊതുസമൂഹത്തിന് മുന്നിൽ വന്നുകൊണ്ട് പ്രസംഗിച്ചത്. ആ വാക്കുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. തീർച്ചയായും കേരളത്തിലെ മദ്രസയുമായി ബന്ധപ്പെട്ട മുസ്ലിം സംഘടനകൾ ഇതിനെതിരെ നിയമപരമായി തന്നെ മുന്നോട്ട് പോകണം. ഇല്ലെങ്കിൽ കൗമിനെ കടിച്ചുകീറാൻ നിൽക്കുന്നവർക്ക് മുമ്പിൽ പിന്നെ ഇതൊരു വിഷയമായി വന്നേക്കാം. പിന്നെ പുറത്തുനിന്ന് മാത്രം കാഴ്ചകൾ. അഷ്കർ അലിക്ക് അറിയാത്ത പല കാഴ്ചകളും അറിവുകളും സൈന്യത്തിലുണ്ട്. ഞങ്ങളുടെ തോക്കിൻ കുഴലിൽ നിന്നും ശത്രുവിൻ്റെ നേരെ വെടിയുണ്ടകൾ പായുമ്പോൾ ആ ഉണ്ടയ്ക്ക് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ യാതൊരു വ്യത്യാസമുണ്ടാവാറില്ല. അതിന് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. രാജ്യത്തിൻ്റെ ശത്രു അതാരായാലും തന്നെ
അവൻ്റെ നെഞ്ച് തുളച്ചകത്ത് കടക്കുക എന്നതാണ്. നോക്കി എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം മറുപടി നൽകിയത്. മദ്രസയിൽ കുട്ടികളെ ഇന്ത്യൻ സൈന്യത്തിൽ ചേരാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നുവെന്നുള്ള പച്ചക്കള്ളം ആ സഹോദരൻ പൊളിച്ചെഴുതുകയാണ്. നമുക്കറിയാം 10,000-കണക്കിന് മുസ്ലിം സഹോദരങ്ങൾ ഇന്ത്യൻ പട്ടാളത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ബുദ്ധിയും ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാകും. പക്ഷേ ഇതുപോലുള്ള വിവരദോഷികളായ, ബുദ്ധിയില്ലാത്ത ഇതുപോലുള്ള കുറേ വർഗീയവാദികൾ ഇരുന്നുകൊണ്ട് മുസ്ലിമീങ്ങളെയും ഹൈന്ദവരെയും തമ്മിൽ തല്ലിപ്പിക്കാൻ ഇത്തരത്തിൽ പച്ചക്കള്ളങ്ങൾ പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.